ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, ക്രിസ്മസൊക്കെ ആഘോഷിച്ചു, പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ പരിപാടിയിലോട്ട് വീണ്ടും പോകാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞു, നമുക്കിനി വീണ്ടും എന്ത് ചെയ്യാനുണ്ട്, അടുത്ത വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്രം ദ ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി എന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ചോളാസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മുടെ കർണാടകയുടെ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു രാജവംശത്തെ പറ്റിയാണ്. അതിൻ്റെ പേരാണ് ചാലൂക്യാസ്. ആരാണ്? ചാലൂക്യാസ്. ആലൂക്കാസ് എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലേ, ചാലൂക്യാസ്. അപ്പോൾ ആരാണ് ചാലൂക്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഡെക്കാൻ്റെ ഭാഗത്ത്, എന്ത് ഭാഗത്ത്? ഡെക്കാൻ എന്ന് പറയുമ്പോൾ ഈ മഹാരാഷ്ട്രയുടെ ഈ ഭാഗം അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ഈ ഇത്രയും ഭാഗത്ത് നമുക്ക് ഡെക്കാണെന്ന് വിളിക്കാം. അപ്പോൾ ഡെക്കാൻ ഭാഗത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 6-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ, അതായത് ഈ പറയുന്ന 500 എന്ന് പറയുന്ന വർഷം കഴിഞ്ഞിട്ട് ആണ് 6-ാം നൂറ്റാണ്ട് തുടങ്ങുന്നത്. ഓക്കെ, അതുപോലെ 12,000 വർഷത്തിനിടയ്ക്ക് ഈ പറയുന്ന ഭാഗം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരാണ് ചാലൂക്യാസ്. ഈ ചാലൂക്യാസ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം ഈ സ്ഥാപിച്ച രാജാവുണ്ട്. രാജാവിൻ്റെ പേര് നമുക്ക് പഠിക്കേണ്ട, എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് രാജാവിൻ്റെ പേര് പഠിക്കണം. പുലികേശി, നല്ല പേരല്ലേ, പുലികേശി. ഈ പുലികേശി രണ്ടാമനാണ് ചാലൂക്യന്മാരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രാജാവ്. കാരണം ഈ പുലികേശി രണ്ടാമൻ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും നമ്മുടെ പല്ലവാസ്, ചോളാസ്, ചേരാസൻ അവരെല്ലാവരെയൊക്കെ ഡിഫീറ്റ് ചെയ്ത്, ഒരുപാട് പേരെ ഡിഫീറ്റ് ചെയ്ത് അവരുടെ പ്രൈം ടൈം, അവരുടെ ഏറ്റവും അടിപൊളി സമയത്താണ് ഏതാണ്ട് ഇപ്പോൾ ഈ മാപ്പിൽ കാണുന്ന ഇത്രത്തോളം ഭാഗം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടേതാക്കി പിടിച്ചടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ രാജാവ് പുലികേശി രണ്ടാമനാണ്. എന്നാൽ ചാലൂക്യന്മാർ സ്ഥാപിച്ച രാജാവാരെന്ന് ചോദിച്ചാൽ അത് പുലികേശി ഒന്നാമനാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നതാണ് വാതാപി. ഓക്കെ, വാതാപി, വെങ്കി, കല്യാണി എന്നൊക്കെ പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരാണ് ചാലൂക്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ചാലൂക്യാസ്? 6-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ, 6-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ ഡെക്കാൻ ഭാഗം ഭരിച്ചിരുന്ന രാജവംശമാണ് ആര്? ചാലൂക്യാസ് എന്ന് പറയുന്നത്. ചാലൂക്യാസിലെ പ്രധാനപ്പെട്ട റൂളറിൻ്റെ പേരാണ് പുലികേശി രണ്ടാമൻ. അപ്പോൾ ഈ പറയുന്ന രാജവംശം ഏതൊരു രാജവംശത്തെ പോലെ എന്താണ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരുന്നത്. അതായത് കൃഷിയാണ് അവരുടെ പ്രധാന വരുമാന മാർഗ്ഗമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് നദികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ജോഗ്രഫിയിൽ. അപ്പോൾ നമുക്കറിയാം ഗോദാവരി, കൃഷ്ണ നദിയൊക്കെ ഉത്ഭവിച്ച് ഒഴുകി പോകുന്ന ഏതാണ്ട് ഈ ഒരു ഭാഗത്തൂടെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ ഈ പറയുന്ന നദി ഒഴുകി പോകുമ്പോൾ അതിൻ്റെ തീരം അല്ലെ, അതിൻ്റെ വാലീസ്, അതിൻ്റെ അടുത്ത് വരുന്ന പ്രദേശങ്ങളൊക്കെ നല്ല ഫെർട്ടൈലായിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ കൃഷി നല്ല രീതിയിൽ സമൃദ്ധമായ പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വരുമാനവും കിട്ടിയിട്ടുണ്ട്. ഹിന്ദുക്കളായിരുന്നു ഈ രാജാക്കന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന രാജാക്കന്മാരുടെ കാലത്ത് ധാരാളം അമ്പലങ്ങൾ പണിതിട്ടുണ്ട്. അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ അമ്പലങ്ങൾ അല്ല, കിട്ടിയില്ല അമ്പലങ്ങൾ പണിതിട്ടുണ്ട്. ഇപ്പോൾ വാതാപി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോയാണ് ഇതാ ഇവിടെ കാണുന്നത്. കണ്ടോ, വാതാപിയിലെ നിങ്ങളിതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നിങ്ങളെ കളർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ നോക്കിയാൽ കാണാം ഇത്ര മനോഹരമായിട്ട് കല്ലിൽ തീർത്ത ഒരു അമ്പലമാണ്. അതുപോലെ തന്നെ വിരുപക്ഷ ക്ഷേത്രം, വിരുപക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ വിരുപക്ഷ ടെമ്പിൾ നമ്മൾ ഈ അടുത്ത് തുടങ്ങിയൊരു സിനിമയുണ്ടല്ലോ, ആനന്ദം എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ പിള്ളേർ ടൂറ് പോകുന്നത് അവിടെ കാണിക്കുന്നുണ്ട് ഈ പറയുന്ന വിരുപക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വിരുപക്ഷ ടെമ്പിളൊക്കെ എന്താണ്, ഇവരുടെ കാലത്ത് പണി കഴിപ്പിച്ച അമ്പലങ്ങളാണ്. ജൈന മതക്കാർക്കും അതുപോലെ തന്നെ ശൈവ, അതായത് ശിവഭക്തർക്കും വൈഷ്ണവ, വിഷ്ണു ഭക്തർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള അമ്പലങ്ങൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആര്? ചാലൂക്യന്മാരുടെ കാലത്ത്. ഈ അമ്പലങ്ങളാണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത കിടില അമ്പലങ്ങളാണ്. അപ്പം അങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ഇവർ പണിത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ്, അവർക്ക് കൃഷിയിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവർ നമ്മുടെ ഇവിടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്താണ് താമസിച്ചിരുന്നത് അല്ലേ. അപ്പം മലകളും ഒരുപാട് മൗണ്ടൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്തും, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ മൗണ്ടൻ ആണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള പാറകളും ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പലങ്ങളൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ അവർ പ്രധാനമായിട്ട് പറയുന്ന അമ്പലങ്ങളിലൊന്നാണ് ഒന്ന് വാതാപിയിലുള്ള അമ്പലം. ഓക്കെ, മറ്റൊന്ന് ഐഹോൾ എന്ന് പറയുന്ന സ്ഥലം, എവിടെയാണ്? കർണാടകയിലെ ഐഹോൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജൈനക്ഷേത്രം, മെഗുട്ടി ജൈനക്ഷേത്രം, അതുപോലെ തന്നെ എന്താണ് വിരുപക്ഷ ക്ഷേത്രം ഒക്കെ എന്താണ് ചാലൂക്യന്മാർ പണി കഴിപ്പിച്ച അമ്പലങ്ങളാണ്. അമ്പലങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് വാതാപിയിലെ റോക്കറ്റ് ടെമ്പിൾ പണി കഴിപ്പിച്ചത് ചാലൂക്യന്മാരാണ്. ഐഹോളിലെ മെഗുട്ടി ജൈനക്ഷേത്രം പണി കഴിപ്പിച്ചത് ചാലൂക്യന്മാരാണ്. പത്തടയ്ക്കൽ, ഓക്കെ, പത്തടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം കർണാടകയിൽ തന്നെയാണ്. അവിടെ വിരുപക്ഷ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ്? ചാലൂക്യന്മാരുടെ ഭരണകാലത്താണ്. ആ അമ്പലങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അല്ലേ, ആ അമ്പലങ്ങളൊക്കെ ഒറ്റക്കല്ല് തീർത്ത അമ്പലങ്ങളാണ്. ഇത് ഗുപ്ത ശൈലിയിലാണ്, അതായത് കൊത്തുപണികളൊക്കെ വെച്ചിട്ടുള്ള ഗുപ്ത രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളതെങ്കിലും സൗത്ത് ഇന്ത്യയുടെ ദ്രവീഡിയൻ
സ്റ്റൈൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അതായത് റോക്ക് കട്ടിൽ അല്ലെ, പാറകളിൽ നിന്ന് കൊത്തിയെടുത്ത രീതിയിലുള്ള അമ്പലങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന ചാലൂക്യന്മാരെ പറ്റി പറയാനായിട്ട് അവരുടെ അമ്പലങ്ങൾ വച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പരസ്പര ബന്ധമില്ലാതെ എന്ത് ചെയ്യുന്നത്, അമ്പലങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നത് അല്ലേ. ചാലൂക്യന്മാരെ പറ്റി പറയുമ്പോൾ അവരുടെ കാര്യം അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ് പോയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനത് പറയാതെ വിടുന്നില്ല. കാരണം നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയും കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് എല്ലാം പറയാതെയാണ് പോയതെന്ന്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഹൗ ഡിഡ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ സൗത്ത് ഇന്ത്യ ഇൻഫ്ലുവൻസ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് ചാലൂക്യാസ് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് അവിടെ നിന്നിട്ട് അഗ്രികൾച്ചർ അവിടെ നിന്ന് കിട്ടുന്ന സർപ്ലസ്. ഓക്കെ, ഈ സർപ്ലസ് കിട്ടുമ്പോൾ നമുക്ക് എന്നിട്ട് നിറച്ച് വരുമാനം കിട്ടും അല്ലേ. ഈ നിറച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ദേ പ്രൊഡ്യൂസ്ഡ് സർപ്ലസ് ത്രൂ അഗ്രികൾച്ചർ ഇൻ കൃഷ്ണ ഗോദാവരി വാലി. ദിസ് സർപ്ലസ് പ്രൊഡക്ഷൻ മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു ബ്രിങ് ആൻഡ് എംപ്ലോയ് ദ റിക്വയർഡ് വർക്ക് ഫോഴ്സ് ഫ്രം ഔട്ട് സൈഡ് അല്ലേ. നല്ല ധാനം കിട്ടിയപ്പോൾ പുറത്തു നിന്നുള്ള കലാകാരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി, നല്ല രീതിയിലുള്ള അമ്പലങ്ങൾ പണി കഴിപ്പിക്കാനായിട്ട് ആർക്ക് സാധിച്ചു, ചാലൂക്യന്മാർക്ക് സാധിച്ചു. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാലൂക്യാസിൻ്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റി നോക്കാം. അപ്പോൾ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചോളന്മാരെ പറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ, പഠിച്ചില്ലെങ്കിൽ ക്ലാസ് പോയി കാണണേ. ചോളന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവർക്കുണ്ടായിരുന്നത്. എന്താ സെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ അറിയായിരിക്കുമല്ലോ, രാജാവ്, അതിൻ്റെ താഴെ മന്ത്രിമാർ, അതിൻ്റെ താഴെ അങ്ങനെ ഊര്, സഭ എന്നൊക്കെ തിരിച്ച് അല്ലേ. നമ്മൾ ഇന്നത്തെ രാജ്യം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പഞ്ചായത്ത് ഡിവിഷൻ പോലെയൊക്കെ നല്ല രീതിയിലാണ് ചോളന്മാർ ഭരിച്ചത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഒന്നും അല്ല ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ പറയുന്ന അധികാരങ്ങൾ കൂടുതൽ അമ്പലങ്ങൾക്കും ബ്രാഹ്മണർക്കും അതുപോലെ സാമന്തന്മാർക്കും കൊടുക്കുന്ന ഒരു രീതിയാണ് ആര് കാണിച്ചത്, ചാലൂക്യാസ് കാണിച്ചിരുന്നത്. എന്നാൽ ടാക്സ് പിരിക്കാനായിട്ടൊരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഒരു ബ്യൂറോക്രസി, അതായത് കുറേ ഉദ്യോഗസ്ഥരൊക്കെ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ചോളന്മാരെ പോലെ ഒരു മിലിറ്ററി ആർമി ഒന്നും അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ അത്രത്തോളം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മികവ് കാണിച്ച ഒരു രാജവംശം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചോളാസിനെ പോലെ അത്രയും കാലമൊന്നും ഒരു പിടിച്ചിരിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു നോ സ്റ്റാൻഡിങ് ആർമി, അവർക്ക് സ്വന്തമായിട്ട് ആർമി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സാമന്തന്മാർ എന്ത് ചെയ്യുമായിരുന്നു, ഈ ആർമി പവർ ലോഡ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന സാമന്ത രാജാക്കന്മാർ പട്ടാളത്തിന് മെയിൻറ്റെയിൻ ചെയ്യും. ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ഇവർ ഉണ്ടായിരുന്നു. ഓക്കെ, പവർ വാസ് എക്സസൈസ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ റോയൽ ഫാമിലി. റോയൽ ഫാമിലിയുള്ള ആൾക്കാർ തന്നെയാണ് പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളൊക്കെ ഇരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ രീതിയെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് വരുന്നൊരു ചോദ്യം ഉറപ്പാണ്, ചോളന്മാരുടെയും ചാലൂക്യന്മാരുടെയും അഡ്മിനിസ്ട്രേഷനെ കമ്പയർ ചെയ്യാൻ ചോദിക്കും. അതായത് നമുക്കിതൊരു ടേബിളായിട്ട്, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്, നമ്മളതിന് ഇതൊരു ടേബിളാക്കി തന്നേക്കാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചോളന്മാർക്ക് ഒരു ഹൈലി സെൻട്രലൈസ്ഡ് ആയ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, എന്നാൽ ചാലൂക്യന്മാർക്ക് അത് ഇല്ലായിരുന്നു. സാമന്തന്മാർക്ക് അത്ര പവറൊന്നും ആര് കൊടുത്തിരുന്നില്ല, ചോളന്മാർ കൊടുത്തിരുന്നില്ല. പക്ഷേ ചാലൂക്യാസിൻ്റെ കാലത്ത് നല്ല രീതിയിലുള്ളൊരു പവർ ആർക്ക് കൊടുത്തിരുന്നു, നമ്മുടെ സാമന്ത രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നോക്കിയത് സ്ട്രോങ് വില്ലേജ് സെൽഫ് ഗവേണൻസ് സിസ്റ്റം അല്ലേ, പഞ്ചായത്തിന് പവർ ഉള്ള രീതിയിലുള്ളൊരു അഡ്മിനിസ്ട്രേഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ചോളന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ സെൻട്രലൈസ്ഡ് വിത്ത് ലിമിറ്റഡ് ലോക്കൽ ഓട്ടോണമി എന്ന് വെച്ചാൽ എന്താ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്, ഈ പറയുന്ന ഓരോ സ്ഥലത്ത് ഏൽപ്പിച്ചിട്ടുള്ള സാമന്തന്മാരും അമ്പലങ്ങളും മറ്റുള്ളവരാണ് തീരുമാനിച്ചിരുന്നത്. ഗ്രാമപ്രദേശത്തുള്ളവരുടേതായ ഒരു സഭയോ ഊരോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ചാലൂക്യാസിൻ്റെ സമയത്ത് ഇല്ലായിരുന്നു. അമ്പലങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സമയത്തും അത്യാവശ്യം അമ്പലങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അമ്പലങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറിൻ്റെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് ആയിരുന്നു ചോളാസിൻ്റെ സമയത്ത്. എന്നാൽ ചാലൂക്യന്മാരുടെ സമയത്തായപ്പോൾ എന്തായിരുന്നു, ടെമ്പിൾസ് വെയർ ഇമ്പോർട്ടൻറ്റ് ബട്ട് ലെസ് എക്കണോമിക്കലി ഡോമിനൻ്റ്. അതായത് ഇത്രത്തോളം അമ്പലങ്ങൾ, ഇത്ര എക്സ്ട്രാവജൻ്റ് ആയിട്ടുള്ള അമ്പലങ്ങളൊന്നും അധികം ചാലൂക്യാസിൻ്റെ കാലത്ത് ഇല്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത്രയും പോയിൻ്റാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ പറയുന്ന അത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം തന്നേ ഉള്ളൂ. അതായത് ഇന്നത്തെ സ്റ്റേറ്റുകളിൽ എവിടെയൊക്കെ ആയിരുന്നു ചാലൂക്യാസ് അന്ന് അല്ലേ, അന്നത്തെ ചാലൂക്യാസ് ഉണ്ടായിരുന്ന ഇന്നത്തെ സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന. ഈ ബാക്കി കിടക്കുന്ന ഭാഗം നിങ്ങൾ പേടിക്കണ്ട, ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതൊന്നും കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ സ്റ്റേറ്റ് മാത്രം പഠിച്ചാൽ മതി. മാപ്പ് നോക്കിയാൽ തന്നെ ഐഡിയ കിട്ടും. അപ്പോൾ വാതാപി, അത് കർണാടകയിലാണ് പ്രധാനമായിട്ടുള്ള ചാലൂക്യ എംപയറുടെ സ്ഥലം ഉണ്ടായിരുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലോട്ട് കുറച്ച് ഭാഗങ്ങൾ, ആന്ധ്രാപ്രദേശിലോട്ട് കുറച്ച് ഭാഗങ്ങൾ, തമിഴ്നാട്ടിലോട്ട്, തെലങ്കാനയിലോട്ട് കുറച്ച് ഭാഗങ്ങളോട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ചാലൂക്യന്മാരെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ചാലൂക്യാസ് അല്ലാത്ത മറ്റൊരു പാല രാജവംശത്തെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ട് രാഷ്ട്രകൂദാസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അറിയാമല്ലോ, നോട്ട് വേണമെന്നുള്ളവർ ടെലഗ്രാമിൽ പോവുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ അയച്ചാലും മതി, നോട്ട് ഞാൻ അയച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.